ഈ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് നെഹ്റു പറയുണ്ടായി, ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അസംബ്ലി ഈസ് ടു ഫ്രീ ഇന്ത്യ ത്രൂ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്? ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അസംബ്ലി ഈസ് ടു ഫ്രീ ഇന്ത്യ ത്രൂ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടി? അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ടു ഫീഡ് ദ സ്റ്റാർവിംഗ് പീപ്പിൾ. ഇന്ത്യയിലെ ദരിദ്രരായിട്ടുള്ള ഭക്ഷണമില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന. ടു ക്ലോത്ത് ദ നേക്കഡ് മാസസ്. ഇന്ത്യയിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാർക്ക് തുണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന. മൂന്നാമത്തെ വാചകം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും ഉള്ള അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പുറത്തേക്കെടുത്ത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭരണഘടന. അതാണ്, അല്ലാതെ വക്കീൽമാർക്ക് കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി ഒരു പുസ്തകമല്ല ഭരണഘടന. അതാണ് അത് നമ്മൾ കാണേണ്ടതായിട്ട്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ടു ഫ്രീ ഇന്ത്യ ത്രൂ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു ഫീഡ് ദ സ്റ്റാർവിംഗ് പീപ്പിൾ, ടു ക്ലോത്ത് ദ നേക്കഡ് മാസസ്. അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ. നമ്മൾ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയം അതിന്റെ ഏറ്റവും ഒബ്ജക്റ്റീവ്, ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു 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 കാഴ്ചപ്പാടാണ്, ഒരു വഴികാട്ടിയായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഈ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ. രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രബോധത്തെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ, ശാസ്ത്രബോധം വളർത്തുന്നതിൽ നെഹ്റു ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രധാനമന്ത്രിയും ഒരു ലോകത്തിലും ഒരു രാജ്യത്തും ആ പണി ചെയ്തിട്ടില്ല. അതാണ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നെഹ്റുവിനെ നമ്മൾ ആദരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതാണ് നെഹ്റു ചെയ്തത്. എന്താണ്? അദ്ദേഹം ലോകത്തിൽ എവിടെ ചെന്നാൽ ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യക്കാരനായിട്ടോ ഇന്ത്യയെ സഹായിക്കാനുള്ള മനസ്സുള്ളവരായിട്ടോ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആണ് പ്രത്യേകത. ഇപ്പൊ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ലോകത്തിലേക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള സർവകലാശാലകളിൽ നിന്ന് എത്രയോ സയന്റിസ്റ്റുകളെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ JD ബെർണാൽ എന്ന് പറയുന്ന ആള് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹത്തെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നു, ഇന്ത്യയിൽ കൊണ്ടുവന്നു. JVS ഹാൽഡെയിൻ അവിടുത്തെ ബയോളജി അധ്യാപകനാണ്, പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ കൂട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, JVS ഹാൽഡെയിൻ പിന്നെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇവിടെ നിന്നു. അദ്ദേഹം പോയില്ല, ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പോയില്ല. ഹോമി ജെ ബാബ അന്ന് ഇവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നു, മറ്റു പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യണം. അദ്ദേഹം കൂട്ടി ഇവിടെ കൊണ്ടുവന്നു, അദ്ദേഹത്തെ ഹോമി ജെ ബാബയെ കൊണ്ടുവന്നു. HN സേത്ത്, ആ തരത്തിലുള്ള ഒരു വലിയ വിഭാഗം സയന്റിസ്റ്റുകൾ. PC മാലനോബിസ് എന്ന് പറയുന്ന ഇന്ത്യ ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാംഖിക അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ കണക്കെടുപ്പാണ് സെൻസസ് എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ശബ്ദം ഉയർത്തേണ്ടുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിലെ സെൻസസ് നടക്കുന്നില്ല എന്നത്. 1881 മുതൽക്ക് എല്ലാ 10 വർഷം കൂടുന്ന അവസരത്തിലും സെൻസസ് നടത്തിയിരുന്നു ഇന്ത്യയിൽ. 2011 കഴിഞ്ഞതിന് ശേഷം 2021 നമ്മൾ നടത്തേണ്ടതായിരുന്നു. 2021 കോവിഡ് കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ നമുക്ക് പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് നടത്താൻ താല്പര്യമേ ഇല്ല സർക്കാരിന്. എന്താ കാര്യം? ഇതിന്റെ വസ്തുതകൾ പലതും പുറത്തേക്ക് വരും. അത് ഈ സെൻസസ് നടത്തി കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് കണക്കുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒന്നിനും കണക്കില്ലെന്ന് ഇന്ത്യയിൽ. ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കണക്കില്ല. അപ്പൊ ഇങ്ങനെ സെൻസസ് വന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ പട്ടികജാതി പട്ടികവർഗ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുണ്ടാകുന്ന ആനുകൂല്യങ്ങളും ഈ കണക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കണക്കില്ല, ഒന്നിനും ഒരു കണക്കും കൊടുക്കുന്നില്ല. ആസൂത്രണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കണക്കുമായി ബന്ധപ്പെട്ടതാണ്. ആസൂത്രണ കമ്മീഷൻ തന്നെ ഇല്ലാതെ കണക്കിന്റെ ആവശ്യം. ഇങ്ങനെ കുത്തഴിഞ്ഞ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാമാണ് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത്. സെൻസസ് നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ആസൂത്രണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ ശാസ്ത്ര രംഗത്ത് നെഹ്റു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നെഹ്റു തന്നെ ഇന്ത്യയിൽ ഒരു ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റായി. ഒരു പ്രധാനമന്ത്രിയും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അസോസിയേഷൻ ഓഫ് സയന്റിഫിക് വർക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു നെഹ്റു. എല്ലാ ശാസ്ത്രജ്ഞന്മാരും ആ സംഘടനയിൽ അംഗമായി. അതിന്റെ എല്ലാ സമ്മേളനത്തിൽ നെഹ്റു പങ്കെടുക്കുമായിരുന്നു. പ്രസിഡന്റ് എന്നുള്ള നിലയിലും അല്ലാത്ത നിലയിലും അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം ഒരു ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. നമ്മള് എല്ലാവർക്കും അത്ര കേട്ട് പരിചയമില്ലാത്ത CSIR, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്,
Indian Council for Medical Research, Indian Council for Agricultural Research, Indian Council for Historical Research, Indian Council for Social Science Research, ഇങ്ങനെ പറയുന്ന ഒരു ശൃംഖല തന്നെ അദ്ദേഹം ഉണ്ടാക്കി. വിദ്യാഭ്യാസത്തിന് വേണ്ടി UGC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉണ്ടാക്കി. NCERT എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായി. നീപ്പ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇതെല്ലാം നെഹ്റുവിന്റെ രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, നാഷണൽ കെമിക്കൽ ലബോറട്ടറി, നാഷണൽ ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇതിനെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയവുമായി ബന്ധപ്പെടുത്തി. സാമ്പത്തിക നയത്തിന്റെ ബേസ് എന്താണ്? നെഹ്റുവിന്റെ സാമ്പത്തിക നയത്തിന്റെ ഇറക്കുമതി ബദൽ സാമ്പത്തിക നയം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. എന്ത് കാര്യം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമോ അത് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയാത്ത സാധനങ്ങൾ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ, ആശയമായാലും ഉൽപ്പന്നമായാലും. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഹ്യൂമൻ റിസോഴ്സ്, ഇവിടെ ഉണ്ടാകുന്ന നാച്ചുറൽ റിസോഴ്സ്, ഇതിന് രണ്ടിനെയും മാക്സിമം ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗവേഷണ സ്ഥാപനങ്ങൾ വളർന്നു വന്നത്. ആ ഗവേഷണ സ്ഥാപനങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യത്തക്ക രൂപത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. BHEL നമ്മുടെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറും. അല്ലെങ്കിൽ ITI ഏറ്റവും വലിയ, IIT ഏറ്റവും വലിയ ITI ഏറ്റവും വലിയ ടെലിഫോൺ ഇൻഡസ്ട്രി ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ അടിസ്ഥാന ഗവേഷണം മാത്രം നടന്നാൽ പോരാ, നമുക്ക് സാങ്കേതിക വിദഗ്ധരുണ്ടാകും. നളിനി രഞ്ജൻ സർക്കാർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കമ്മീഷനാക്കി നിയമിച്ചുകൊണ്ടാണ് IIT-കൾ ഉണ്ടാക്കാൻ നെഹ്റു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യത്തെ IIT ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഖരഗ്പൂരിലാണ്, കൽക്കത്തയിൽ. എവിടെയാണ് ഇത് ആരംഭിച്ചതെന്ന് അറിയാം? ബ്രിട്ടീഷുകാർ അവരുടെ യുദ്ധോപകരണങ്ങൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ശാലയുണ്ടായിരുന്നു, ഒരു പണിയായുധ ശാല. അവിടെയാണ് ആദ്യത്തെ ഖരഗ്പൂരിൽ IIT നെഹ്റു ആരംഭിക്കുന്നത്, ബോധപൂർവ്വം ആരംഭിക്കുന്നത്. കാരണം അദ്ദേഹം അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു പരിവർത്തനത്തിന്റെ ഉദാഹരണമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ ആയുധം വെച്ചത്, നമ്മൾ വേറൊരു സംവിധാനത്തെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. അദ്ദേഹം പറഞ്ഞു, മാനേജ്മെന്റ് ട്രെയിനീസ് ആവശ്യമാണ്. ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ ആരംഭിക്കുകയുണ്ടായി. ഇവയെല്ലാം ആ രീതിയിൽ വിശാലമായി വളർത്തിയെടുത്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് പൂനെയിൽ ആരംഭിച്ചു. എന്താ കാരണം? അതിനൊരു വൈകാരിക ബന്ധമുണ്ട്. പൂനെയിലെ ആഗാഖാൻ പാലസിൽ വെച്ചിട്ടാണ് കസ്തൂർബ ഗാന്ധി മരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ആ മുറിയിൽ പോയിട്ടുണ്ട്. ഗാന്ധി, നാരായൺ ദേശായിയും അതേപോലെ തന്നെ കസ്തൂർബ ഗാന്ധിയും അവിടെ നിന്നാണ് മരിക്കുന്നത്. നാരായൺ ദേശായിയെ പറ്റി ഗാന്ധിജിയുടെ വാചക ആ മുറിയിൽ, ആ മരിച്ച മുറിയിൽ എഴുതി വെച്ചു, നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് കസ്തൂർബ ഗാന്ധി മരിക്കേണ്ടി വന്നത്? അവർക്ക് വയറിളക്കം വന്നു. അവർക്ക് അന്ന് ടെട്രാസൈക്ലിൻ അതുപോലെ ഉണ്ടാകുന്ന മരുന്ന് കൊടുക്കേണ്ടിയിരുന്നു. ഗാന്ധി മരുന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം വിദേശ സാധനങ്ങൾ ഒന്നും, ഭാര്യ മരിക്കുകയാണെങ്കിൽ പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിന്റെ, അത് വേറെ ജനുസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഭാര്യ അവിടെ മരിക്കുകയാണ്, അവർക്ക് ടെട്രാസൈക്ലിൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നില്ല, അതുകൊണ്ട് വിദേശത്ത് മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയിൽ ഇറക്കി കൊടുക്കണം. ഗാന്ധി സംഭവിച്ചില്ല. ഭാര്യ മരിക്കുക എന്നുള്ളതല്ലാതെ എന്റെ നയത്തിൽ നിന്ന് വ്യത്യാസമില്ല എന്നത്. പക്ഷെ സംഭവം നെഹ്റു മാനേജ് ചെയ്തു എന്നാണ് പറയാൻ. ഗാന്ധി അറിയാത്ത രൂപത്തിലെങ്കിലും ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവർ ജീവൻ രക്ഷിക്കാനായി. നെഹ്റു എന്ത് ചെയ്തു? സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ടെട്രാസൈക്ലിൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ ആന്റിബയോട്ടിക്സ് ലാബറട്ടറി പൂനെയിൽ, പിംപ്രിയിൽ ആരംഭിച്ചു. അതിന്റെ പിറകിൽ ആ തരത്തിലുള്ള ഒരു വലിയ വൈകാരിക പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായും സ്വാതന്ത്ര്യ സമരവുമായും എല്ലാം അഭേദ്യമായ രൂപത്തിലുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ കാണണം. ആ രൂപത്തിലാണ് നെഹ്റു ഈ സംവിധാനങ്ങളെയെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയമായാലും അദ്ദേഹത്തിന്റെ ആസൂത്രണ പ്രക്രിയ ആയാലും പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളർന്ന് വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ ഒന്നും കൂടുതൽ, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യമാണ് പഞ്ചവത്സര പദ്ധതികൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ആസൂത്രണ കമ്മീഷൻ. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പഞ്ചവത്സര പദ്ധതി സംവിധാനം, അതിനൊരു പ്ലാനിംഗ് കമ്മീഷൻ, ഇങ്ങേ ഭാഗത്ത് ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്താനുള്ള സംവിധാനം, ഇങ്ങേ ഭാഗത്ത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം, ഇതിനെയെല്ലാം കൂട്ടി വിളക്കി ചേർക്കുന്ന ഇതെല്ലാം, അതാണ് നെഹ്റുവിയൻ ഇന്ത്യ എന്ന്.